വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു റീഡിങ് നോക്കാം. യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബാഡ് ഹാബിറ്റ് എന്താണെന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ബാഡ് ഹാബിറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ബാഡ് ഹാബിറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ബാഡ് ഹാബിറ്റ് എന്താണ്? യൂണിവേഴ്സിനോട് ചോദിക്കാം. ബാഡ് ഹാബിറ്റ് എന്താണ് ചോദിക്കാം. ഒരു ജനറൽ റീഡിംഗ് ആണ്, റെസൊനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതിയാകും. ബാഡ് ഹാബിറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, സെക്കൻഡ് കാർഡ്. സ്വപ്നം കാണലാണ് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്. ധനം ശേഖരിച്ചു വെക്കുന്നു. ഞാൻ സ്വപ്നലോകത്താണ്. യാത്ര പോകണം, ധനം ശേഖരിച്ച് വെച്ച് പോകണമെന്നൊക്കെ ഉള്ളൊരു, മുന്നോട്ട് കുതിക്കണമെന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിലും അതിനെ നടപ്പിലാക്കുന്നില്ല, ചിന്ത മാത്രമേ ഉള്ളൂ. ബാഡ് ഹാബിറ്റ് 7 ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നമ്മൾ 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ റെസൊനേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താണ് എന്ന് നോക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കിട്ടിയത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇത് നിങ്ങളുടെ ചില സ്നേഹബന്ധങ്ങളിലുള്ള തെറ്റായ ഇടപെടലുകൾ കൊണ്ട് നിങ്ങളുടെ ധനാഗമനം നഷ്ടപ്പെടുകയാണ്. ധനം ശേഖരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ നഷ്ടപ്പെട്ടു. ഇതൊരു മുന്നോട്ട് പോകാനുള്ളതാണ്, പക്ഷേ അത് ഈ വീട് തിരിഞ്ഞാണ് കറങ്ങുന്നത്. അന്നേരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സ്നേഹബന്ധത്തിലുള്ള പരാജയവും നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥയിലൊക്കെ നിൽക്കാൻ നിങ്ങൾക്ക് പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾ അതിനെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളെ പൊട്ടൻഷ്യലിനെ, നിങ്ങളെ കഴിവിനെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെ ദേവനാണ്, ധനത്തിൻ്റെ ദേവനാണ് ഈ ഇരിക്കുന്ന ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നേഹത്തിലുണ്ടായ അല്ലെങ്കിൽ ലവിലുണ്ടായ ബ്രേക്ക് കാരണം നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഈ ബാഡ് ഹാബിറ്റ്, അതായത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ ചെന്ന് പെട്ട് മനസ്സെല്ലാം വിഷമിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ വിട്ടുപോകാനാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ മൂവ് ഓൺ ആവാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ധനം ഒക്കെ ശേഖരിക്കാനൊക്കെ പൊട്ടൻഷ്യലുള്ള അബണ്ടൻസ് വന്നുകൊണ്ടിരുന്ന ഒരു എനർജി ആയിരുന്നു. പക്ഷേ നിങ്ങൾ ഈ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് നിങ്ങൾ പലരുടെ ഒത്തുമുള്ള ദുരനുഭവമാണ്. നിങ്ങൾ ഈ വിട്ടുപോകലാണ്. ഇതൊരു തിരിഞ്ഞു നടത്തുകയാണ്. സ്നേഹബന്ധങ്ങളിൽ നിന്നുമെല്ലാം ഇത് 8 ഓഫ് വളരെയധികം ഒരു തിരിച്ചടി കെട്ടി നടന്നു പോകുന്നു, ശക്തമായ തിരിച്ചടി കെട്ടി പുറകോട്ട് നടന്നു പോകുന്ന, മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, വിട്ടുപോകാൻ, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ ബാഡ് ഹാബിറ്റ് നിങ്ങളുടെ മുന്നോട്ടുള്ള ധനാഗമനം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കരിയർ സ്റ്റെബിലിറ്റി എല്ലാം നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഈ ബാഡ് ഹാബിറ്റാണ്. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ഇടപാടുകളിലും പെട്ട് നിങ്ങളുടെ നല്ല ഒരു പോസിറ്റീവ് എനർജി നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്. അത് മാറ്റുക, അനാവശ്യ ബന്ധങ്ങൾ ഒഴിവാക്കുക, കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അവർക്കറിയാം അവരുടെ കാര്യങ്ങൾ നോക്കാനും. എപ്പോഴും ആരും നമുക്ക് കാണില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്നുള്ള ഒരു ബോധം എപ്പോഴും വേണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതാണ് നിങ്ങളെ ഈ പല സ്നേഹബന്ധങ്ങളും അതിൽ വേദനിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലായാലും നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബാഡ് എനർജി, നിങ്ങൾക്ക് വന്ന ബാഡ് ഹാബിറ്റ്. ആ ഹാബിറ്റ് മാറ്റുക. പലരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും മാറ്റിയാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പണത്തിനോടുള്ള അമിത ആർത്തി, അതൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആ ബന്ധങ്ങളിൽ ചെന്ന് ഇതൊരു അബണ്ടൻസിൻ്റെയാണ്.
ഇതും പണം ശേഖരിച്ച് വെക്കുന്ന ഒരു എനർജിയാണ്. പണത്തോടുള്ള അമിത ആർത്തിയൊക്കെയാണ് നിങ്ങളെ നമുക്ക് എത്രയും പെട്ടെന്ന് പണക്കാരനാകണം എന്നൊക്കെയുള്ള ഒരു ബാഡ് ഹാബിറ്റും പല സ്നേഹബന്ധങ്ങളിൽ ചെന്ന് ഏർപ്പെടുന്നത് ആ വേദനയൊക്കെയാണ് നിങ്ങളെ ഇപ്പോഴത്തെ ഒരു ബാഡ് ഹാബിറ്റും ബാഡ് എനർജി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. റെക്കി ഹീലിംഗ് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്. കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.